ഒരു വണ്ടി കിട്ടിയാൽ അത് മര്യാദയ്ക്ക് ഓടിക്കാൻ പോലും ഇവനൊന്നും അറിഞ്ഞൂടാ, സൂക്ഷിക്കാൻ പോലും അറിഞ്ഞൂടാ. പിന്നെ സ്റ്റാർട്ടാക്കി നോക്കട്ടെ. നിങ്ങൾ വേണ്ടാത്ത പണിക്കൊക്കെ എന്തിനാ നീ വയസ്സാങ്കാലത്ത് ആ വണ്ടിയുമ്പോ കിടന്ന് പണിയണേ? അതാവുന്നവര് ചെയ്തോളും. ആർക്കാടി വയസ്സായത്? അതെ, ഒരു സമയത്ത് ഞാൻ ഇതിന്റെ ഒക്കെ പുറന്ന് പാറി പറന്ന് നടന്നവനാ. ലെജൻസ് ഓടിച്ചോണ്ടിരുന്നാടി ഈ ബുള്ളറ്റ് ഒക്കെ. അതൊരു സമയത്ത്. ഇപ്പൊ പിന്നെന്താ പ്രശ്നം? ഇപ്പോഴും വലിയ പ്രശ്നമൊന്നുമില്ല. പണ്ടേ നിന്നെ കാണാൻ വന്നപ്പോ ഞാൻ ബുള്ളറ്റിൽ വരുന്നതിന് ഓർമ്മ ഉണ്ടായിരുന്ന? അതന്ന് ഏതോ ഫ്രണ്ടിന്റെ ബൈക്കാന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഫ്രണ്ടിന്റെ ബൈക്കൊക്കെ തന്നെയാണ്. അന്ന് തന്നെയും കൊണ്ട് ടൗണിലൂടെ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്നിട്ട് എന്നോട് അത് പറഞ്ഞില്ലല്ലോ? അത് നിന്നോട് പ്രണയം പോലും പറയാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നല്ലോ, പിന്നെയല്ലേ ബൈക്കിൽ കയറുന്ന കാര്യം പറയാൻ. എന്നിട്ട് ഇപ്പൊ ധൈര്യം ഉണ്ടാവോ? ഇപ്പൊ ധൈര്യം ഉണ്ടോന്ന്? ധൈര്യം ഉണ്ടെങ്കിൽ പിന്നെ ഒന്ന് വിളിച്ചു നോക്ക്, വരുവില്ലേന്ന് അറിയാലോ. ശരിക്കും വിളിച്ചു നോക്ക്. ഇതാണ് ആദ്യമായിട്ട് കാണുന്ന പോലെ രണ്ടും ഇങ്ങനെ മിഴിച്ചു നോക്കിയിരിക്കുന്നത്. എവിടെ പോയിരുന്നു? ഞങ്ങളെ ഒന്ന് കറങ്ങാൻ പോയതാ. ഇവർക്ക് ഭയങ്കര ഡൗട്ട് എനിക്ക് ഈ വണ്ടിയൊക്കെ ഓടിക്കാൻ പറ്റും. എന്നാ പിന്നെ അത് കാണിച്ചു കൊടുക്കണമെന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെയല്ലടാ, പപ്പയ്ക്ക് ഒരു ആഗ്രഹം എന്നെ വെച്ച് ടൗണൊക്കെ ഒന്ന് ചുറ്റണത്. അയ്യടാ, എവളാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് എന്നെ ബൈക്കിൽ പുറത്തിരുത്തി ഒന്ന് കൊണ്ട് കറങ്ങാൻ പറ്റുമോന്ന്. ഈ ഓഫീസിൽ പോകുന്ന സമയത്ത് തന്നെ വേണം അല്ലേ രണ്ടിനും കൂടി കറക്കം? ഇങ്ങോട്ട് സമയത്ത് വണ്ടി എടുത്തോണ്ട് പോയിട്ട് പക്ഷേ ഓഫീസിൽ സമയത്ത് പോകാൻ പറ്റില്ല. ഇനി ഇത് പൂട്ടി വെക്കണം. ഞാൻ നോക്കി. പൂട്ടി വെക്കുന്നതൊക്കെ കൊള്ളാം. ഇതൊക്കെ വല്ലപ്പോഴും ഒന്ന് വൃത്തിയായിട്ട് തുടച്ചൊക്കെ വെക്കണം കേട്ടാ. ഓയിലൊക്കെ മാറി വല്ലപ്പോഴും ഒന്ന് സൂക്ഷിച്ച് തുടച്ചൊക്കെ വെക്കണം കേട്ടാ. വീട്ടിലെ മൂപ്പന്മാർക്ക് എന്താണ് ജോലി? അതൊക്കെ ചെയ്യണം. ഞാനല്ലല്ലോ ഓടിക്കുന്നത്. ഒരു കാര്യം ചോദിച്ചിട്ടെ, എന്താണ് പാട്ട് പാടിയത്? പാട്ടാ? നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്തും യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര റൊമാൻറ്റിക് ആണ്, പാട്ട് പാടുന്നൊക്കെ ഞാനിങ്ങനെ അറിഞ്ഞു. ഒരു കരക്കമ്പി കേട്ടു. ഒരു കരക്കമ്പി കേട്ടു. ഇവനതിന് വണ്ടി കയറി ഉറങ്ങാറുള്ള പതിവ് നീ കേട്ടാ? അതൊക്കെ വെറും അടവായിരുന്നു. പാട്ട് കേൾക്കാൻ വേണ്ടിട്ടേ മോനും വണ്ടി കയറി അപ്പൊ തന്നെ ഉറക്കം അഭിനയിക്കും. പൊളിച്ചല്ലോ. പാടി കേക്കട്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാനൊരു തമിഴ് പാട്ട് പാടി, ഞാനൊരു മലയാളം പാട്ടും പാടി. അതിനെ എവള് പാടുന്നത് എനിക്ക് കേൾക്കാൻ വയ്യ, ഞാൻ പാടിയത് അവൾക്ക് കേൾക്കാൻ പറ്റില്ല. അത് ഈ വണ്ടിയുടെ മുമ്പിൽ ഇരിക്കുന്നത് പാടുന്നവര് പുറകിലിരിക്കുന്നത് കേൾക്കണം. എങ്ങനെയോ? കറക്റ്റ്, 100% കറക്റ്റ്. ഈ വണ്ടിയിൽ പോകുമ്പോഴേ ടോം എന്തെങ്കിലുമൊക്കെ ഫ്രണ്ടിൽ നിന്ന് പറയും, ഞാൻ ഒന്നും കേൾക്കാറില്ല. പിന്നെ കേട്ട പോലെ മൂടും. അപ്പൊ അങ്ങനെയാണ് സംഭവിച്ചല്ലേ? പോണ്ടേ? ബാഗ് എടുത്തോന്നോ? എടുക്കത്തില്ല. എന്നാ ശരി, സൂചിച്ചൊക്കെ പോയിട്ട് വാ. ബൈ ബൈ അമ്മ. കേറട്ടെ? ബാഗ് എടുത്ത് പെണ്ണായിക്കോട്ടെ. ഞാൻ ഓഫീസിലെ കാര്യം ചിന്തിച്ചങ്ങ് നിന്നുപോയി. കേറട്ടെ? സ്പീഡൊന്നും വേണ്ട, സൂക്ഷിച്ചു പോണം കേട്ടോ. സമ്മതിക്കില്ല. ഓക്കെ മോളെ, ബൈ. കുറെ കാലത്തിന് ശേഷം രണ്ടും കൂടെ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഓഫീസിൽ പോകുന്നതാണ് അല്ലേ?